ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാന്റെ അവതാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അവതാരങ്ങളിലൊന്നാണ് വാമനാവതാരം എന്നുള്ളത്. ഈ വാമനാവതാരത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണോ നമ്മളിന്ന് മുന്നോട്ട് പോകുന്നത് എന്നൊരു സംശയം ഉള്ളൊരു അവതാരം കൂടിയിട്ടാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഈ വാമനാവതാരവുമായി ബന്ധപ്പെട്ട ചരിത്രത്തെ വളരെ കൃത്യമായ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്ത് ആ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട കഥയാണ് ശരി എന്ന് ധരിച്ച് ജീവിക്കുന്നവരാണ് ഭഗവാന്റെ ഭക്തരെന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാർ പോലും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തത് എന്ന് പറയാനുള്ള കാരണം, ഇവിടെ മഹാബലി എന്ന് പറയുന്ന രാജാവിനെ ഈ നാട് ഭരിച്ചിരുന്നു എന്നും ആ മഹാബലിയെ വാമനൻ എന്ന രൂപത്തിൽ മഹാവിഷ്ണു വന്ന് ചവിട്ടിത്താഴ്ത്തി എന്നും, ചവിട്ടിത്താഴ്ത്തിയപ്പോൾ പ്രജകളോട് സ്നേഹമുണ്ടായിരുന്ന മഹാബലി എല്ലാ വർഷത്തിലും ഒരു ദിവസം ഞാൻ അവരെ വന്നൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു എന്നും, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ മഹാബലിക്ക് വർഷത്തിൽ ഒരു ദിവസം പ്രജകളെ കാണാൻ വരാൻ ഒരു അനുവാദം കൊടുത്തു. ആ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രജകളെ കാണാൻ വേണ്ടി വരുന്ന ആഘോഷം ഓണം എന്ന പേരിലും ആചരിക്കപ്പെടുന്നതായിട്ടാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന പൂർണ്ണമായ ചിത്രം. ഇവിടെ ആഘോഷത്തിലേക്ക് പോയാൽ പിന്നെ നമ്മൾ മതിമറക്കുമല്ലോ. യാഥാർത്ഥ്യം എന്താണ് എന്തിനാണ് എന്നൊന്നും ആഘോഷത്തിൻ്റെ ഇടയിൽ നമ്മളതിൻ്റെ യാഥാർത്ഥ്യത്തെ ഓർക്കാറില്ല. അത് മതിമറന്ന് ആകുന്ന ഒരവസ്ഥയാണ് പൊതുവിൽ ഉള്ളത്. ഇനി ഇവിടെ അതൊന്നുകൂടി കഥ ഒന്നുകൂടി ഇതാക്കി പറയുന്നത്, ദേവന്മാർ പണ്ടേ സവർണന്മാരാണ്. ദേവന്മാർ പിന്നോക്കക്കാരെ ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നോക്കക്കാരനായ മഹാബലി അസുരനാണല്ലോ. അസുരനെ ഏത് ജാതിയിലാണ് പെടുത്തിയിരിക്കുന്നത് നമുക്കിപ്പോഴും അറിയില്ല. കാരണം അസുരന്മാരായിട്ട് ഇവിടെ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരുടെ പുത്രന്മാർ വരെ വന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വഭാവം കൊണ്ടാണ് അസുരനാവുന്നത്, ജനിക്കുന്ന കുലം കൊണ്ട് അല്ല. അപ്രകാരമുള്ള മഹാബലിയെ ദേവന്മാർക്ക് വേണ്ടി ചതിച്ചു ചവിട്ടിക്കൊന്നു, അല്ലെങ്കിൽ ചവിട്ടി താഴ്ത്തി. ഇതൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മളും കേട്ട് 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 ഈ അസത്യം പലതവണ പറഞ്ഞു കേൾക്കുമ്പോൾ അത് സത്യമായി കരുതുന്ന ഒരു വിഭാഗമുണ്ട്. ആവർത്തിച്ച് അസത്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കേട്ട് കേട്ട് വരുമ്പോൾ നമുക്കും തോന്നും എന്തായിട്ട് അതാണ് സത്യമെന്ന് ധരിക്കാറുണ്ട്. അങ്ങനെ ധരിക്കപ്പെട്ട ഒരു കഥയാണ് വിശിഷ്യ കേരളത്തിൽ ഈ ഒരു വാമനചരിതം. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഈ തെറ്റിദ്ധാരണയുള്ളത്. കാരണം കേരളത്തിലാണ് ഇതിൻ്റെ പേരിലൊരു ആഘോഷം പുഷ്ടിപ്പെട്ടത്. എന്താണ്? ഓണം അല്ലേ? നമ്മൾ എന്നിട്ട് അതിനൊരു ഇതും കൂടെ കൊടുത്തു, എന്താ? കാണം വിറ്റും ഓണം ഉണ്ണണം. എന്തൊക്കെ കടം കയറിയാലും എന്തൊക്കെ ബുദ്ധിമുട്ടില്ലായാലും നമ്മൾ ഓണം ഉണ്ണണം, ആഘോഷത്തിൻ്റെ ഭാഗമായി മാറ്റി. ഇപ്പോൾ ഉണ്ണണമെന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഓണമെന്ന് പറഞ്ഞാൽ ഉണ്ണാൻ മാത്രമുള്ളതല്ല. എന്താ? തിരുവോണത്തിനൊന്ന് ഉച്ചയാകുമ്പോൾ തൊട്ട് എഴുതി കാണിക്കാൻ തുടങ്ങി ടി വിയിൽ. ഒന്നാം സ്ഥാനം കരുനാഗപ്പള്ളിയാണോ ചാലക്കുടിയാണോ അതോ പെരുമ്പാവൂരാണോ? എന്താ? ഉണ്ണാൻ മാത്രമല്ല, പിന്നെയോ ഓണം ഇപ്പോൾ കുടിക്കണമെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ശരി, ഇവിടെ ഇതിൻ്റെ വസ്തുത നമ്മളൊന്ന് പരിശോധിക്കുക. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നാട്ടിലുള്ള എല്ലാ ആഘോഷത്തിൻ്റെയും വസ്തുത നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഇവിടെ ഭഗവാന്റെ ഒരു അവതാരത്തെ അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ ഭഗവാന്റെ അവതാരമായിട്ടുള്ള വാമനാവതാരവും ഈ മഹാബലിയുടെ ചരിതങ്ങളുമൊക്കെ നമ്മുടെ പുരാണത്തിലുള്ളതാണ്. മഹാബലി അല്ലാതെ ഈ നാട് ഭരിച്ചു എന്ന് ചരിത്രത്തിൻ്റെ ഒരു രേഖയിലും നമ്മുടെ സർക്കാരിൻ്റെ ഒരു ചരിത്രരേഖകളിലും ഒന്നും എഴുതപ്പെട്ടു വന്നത് അല്ല. ഒരു ചരിത്ര പണ്ഡിതന്മാർ, ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം എഴുതിയ ശ്രീധര മേനോനോ അല്ലെങ്കിൽ ആർ ബാലകൃഷ്ണനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആരും തന്നെ രേഖപ്പെടുത്തിയ ചരിത്രം അല്ല. യഥാർത്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയത് ആരാണ്? വ്യാസനും എഴുത്തച്ഛനും ഒക്കെ തന്നെയാണ്. എന്തിനെ ആധാരമാക്കി? നമ്മുടെ പുരാണങ്ങളെ ആധാരമാക്കി തന്നെയാണ്. ഈ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലൊന്നും ഈ പറഞ്ഞ ഈ തെറ്റായ കഥകൾ ഇല്ല എന്ന വസ്തുത ആദ്യം തന്നെ നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ ഒരു കഥ പോലും, ഇങ്ങനെ ഒരു ചരിതം പോലും
ഇതിൻ്റെ 7 അയലത്തുകൂടെ പോലും പോകാത്ത തരത്തിലാണ് തമ്മിലുള്ള വ്യത്യാസം. ഈ നമ്മൾ സാധാരണഗതിയിൽ പറയില്ലേ, ആനയും ആടും തമ്മിൽ ഇല്ലേ, അജവും ഗജവും. അജത്തിനകത്തും ജായുണ്ട്, ഗജത്തിനകത്തും ജായുണ്ട്. പക്ഷേ ഇത് രണ്ടും ജായ ഉള്ളത് കൊണ്ട് ഒരേ കണക്കിരിക്കുകയാണോ? മനസ്സിലല്ലേ? അജത്തിനകത്തും ജായ എന്ന ശബ്ദമുണ്ട്, ഗജത്തിനകത്തും ഉണ്ട്. പക്ഷേ ആദ്യത്തെ 2 അക്ഷരം വന്നപ്പോഴത്തേക്ക് അത് 2-ന് 2 രൂപയായി. അജോ എന്ന് പറഞ്ഞാൽ എന്താ? ആടാണ്. ഗജവോ? ആനയാണ്. അപ്പോൾ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് ഇപ്പോൾ ഇതിനെ വളച്ചൊടിച്ച് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ശരി, ഇവിടെ വാമനൻ്റെ അവതാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മഹാബലി എന്ന അസുര ചക്രവർത്തി, ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഇന്ദ്രസേനൻ എന്നാണ്. ഇവിടെ നമ്മളിന്ന് മധ്യാഹ്നത്തിൽ ചർച്ച ചെയ്ത പാലാഴി മദന സമയത്ത് ദേവന്മാരോടൊപ്പം പാലാഴി മദനത്തിന് നേതൃത്വം കൊടുത്ത അസുര രാജാവ് തന്നെയാണ് ഇന്ദ്രസേനൻ. അപ്രകാരമുള്ള ഇന്ദ്രസേനൻ വലിയ യാഗം തുടങ്ങി. 100 യാഗങ്ങൾ പൂർത്തീകരിച്ചാൽ 100 യാഗം പൂർണ്ണമാകുന്നതോടുകൂടി അദ്ദേഹം ഇന്ദ്രപദവിയിലേക്ക് ഉയർത്തപ്പെടും. ഇതാണ് ആ യാഗത്തിൻ്റെ പുണ്യം എന്ന് പറയുന്നത്. യാഗം കൊണ്ടുള്ള ഫലം എന്ന് പറയുന്നത് ഇന്ദ്രപദവിയിലേക്ക് എത്തപ്പെടും. അപ്പോൾ ഈ ഇന്ദ്രപദവി എന്നുള്ളത് സ്ഥിരമായ ഒരു സ്ഥലമല്ല. ഏറ്റവും അർഹരും യോഗ്യരുമായ ആൾക്കാർ എത്തപ്പെടുമ്പോൾ നിലവിലുള്ള ഇന്ദ്രൻ എന്ത് ചെയ്യണം? മാറി പുതിയ ആൾ വരണം. അപ്പോൾ ഇവിടെ ഈ ഇന്ദ്രസേന രാജാവ് അസുരനാണ്, പക്ഷേ ഭഗവാന്റെ ഭക്തനാണ്. നമ്മൾ ഉച്ചയ്ക്കത് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അതുകൊണ്ടാണല്ലോ പാലാഴി മദനത്തിന് വിഷ്ണു പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞപ്പോൾ മറുത്തൊരക്ഷരം പറയാതെ അസുരന്മാരെ കൂട്ടി വന്നത്. പ്രഹ്ലാദൻ്റെ പൗത്രനാണ്. അപ്പോൾ അത്രപ്രകാരമുള്ള ഇന്ദ്രസേനൻ ഈ യാഗം നടത്തുന്ന സമയത്ത് ഇദ്ദേഹം ഇന്ദ്രപദവിയിലേക്ക് എത്തപ്പെട്ടാൽ ഉണ്ടാകുന്ന ചില ഭവിഷ്യത്തുകളുമുണ്ട്. അതെന്തൊക്കെയാണ് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്ന്, ഇദ്ദേഹം നിലവിൽ അസുരവംശത്തിലുള്ള ആളാണ്. ആസുരികത, ഭഗവാന്റെ ഭക്തനാണെങ്കിലും ആസുരികതയുടെ അംശം എപ്പോഴും എന്തുണ്ടാവും? ഉള്ളിൽ അടങ്ങിയിട്ടുണ്ടാവും. അതൊരു കാരണം. രണ്ടാമത്തെ കാരണം, ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരൊക്കെ അസുരന്മാരാണ്. അപ്പോൾ ഇദ്ദേഹം നേരെയുള്ള ആളാണെങ്കിലും ഇദ്ദേഹം ഇന്ദ്രപദവിയിലേക്ക് എത്തപ്പെട്ടാൽ ഇദ്ദേഹത്തിനോടുള്ള പ്രീതിയും മമതയും വെച്ച് ബാക്കിയുള്ള അസുരന്മാരും കൂടി എവിടെ കടന്നുകൂടും? ദേവലോകത്ത് കടന്നുകൂടും. മനസ്സിലായില്ലേ? ഇപ്പം നല്ല ഒരാളൊരു ഭരണാധികാരി വരുന്നു നോക്കുക. നമ്മുടെ ഇന്നത്തെ കാലത്ത് ചിന്തിക്കുക, നാട്ടിൽ വരുന്നു നോക്കുക, ഒരു മന്ത്രിയാവുന്നു. പക്ഷേ ഈ മന്ത്രിക്ക് പ്രിയപ്പെട്ടവരും മന്ത്രിയുടെ ബന്ധുമിത്രാദികളും അദ്ദേഹത്തിനോട് അടുപ്പമുള്ള ഉപാചക വൃന്ദങ്ങളൊക്കെ മോശക്കാരാണെങ്കിൽ ഈ നല്ല മന്ത്രിയെ കൊണ്ട് നേരാമണ്ണം നാട് ഭരിക്കാൻ സമ്മതിപ്പിക്കുമോ? പറ്റുമോ? ഈ മന്ത്രിയുടെ പേര് അവിടെ വെച്ചുകൊണ്ട് മുതലെടുത്ത് പലതരത്തിലുള്ള കുസൃത പ്രവർത്തനങ്ങൾ ആര് നടത്തും? ഈ പ്രിയമുള്ളവരൊക്കെ മോശപ്പെട്ടവരാണെങ്കിൽ ചെയ്യില്ലേ? ഇതാണ് പലപ്പോഴും പല സമയത്തും നാട്ടിലുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധത്തെ വിച്ഛേദിപ്പിക്കുകയും, മനസ്സിലായില്ലേ, ഇദ്ദേഹത്തിന് അർഹമായ നിലയിലുള്ള പരിഗണന കൊടുക്കുകയും വേണം. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം ഭഗവാന്റെ ഭക്തനാണെങ്കിലും ഈ ആസുരികമായ പൂർണ്ണമായ മുക്തി ആര് നേടിയിട്ടില്ല? ഇന്ദ്രസേനൻ നേടിയിട്ടില്ല. പൂർണ്ണ മുക്തനാകാതെ ആ ഒരാൾ ദേവലോകത്തിൻ്റെ അധിപനായി മാറിയാൽ ആ ആളിലൂടെ ഉണ്ടാകുന്ന തീരുമാനങ്ങൾക്കും അത് ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പരിപൂർണമായും മുക്തനാക്കണമെന്ന് ഭഗവാനും ആഗ്രഹമുണ്ട്. കാരണം പാലാഴി മദന സമയത്ത് താൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ നിമിഷം എല്ലാ ശത്രുതയും മറന്നു വെച്ചുകൊണ്ട് തയ്യാറായി വന്ന ആളല്ലേ ഇന്ദ്രസേനൻ. അപ്പോൾ ഭഗവാന് തന്നെ കുറേ കൂടി കാരുണ്യം വർദ്ധിച്ചു, സ്നേഹം വർദ്ധിച്ചു തൻ്റെ ഭക്തനോട്. അതുകൊണ്ട് തന്നെ ഒരു ഭക്തനിലുള്ള പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കണമെന്ന് ആരാഗ്രഹിക്കും? ഭഗവാൻ ആഗ്രഹിക്കും. ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളായിട്ടുള്ള ശീലങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി നല്ല ശീലം വർദ്ധിപ്പിക്കാൻ മാതാപിതാക്കൾ ആഗ്രഹിക്കാറില്ലേ? ഉണ്ടോ ഇല്ലയോ? മാതാപിതാക്കൾ ആഗ്രഹിക്കില്ലേ? ആ മാതാപിതാക്കളുടെ മാതാവും പിതാവും കൂടി ചേർന്ന്, മനസ്സിലായില്ലേ, അറിവിൻ്റെ പാതായനം കൂടി വരുമ്പോഴാണ് ഗുരുവായി മാറുന്നത്. അച്ഛനും അമ്മയും ഗുരുവിൽ കാണാൻ സാധിക്കും. യഥാർത്ഥ ഗുരു മാതാപിതാവിന് തുല്യമാവണമെന്നാണ് പറയുന്നത്. ഇനി അച്ഛനും അമ്മയും ഗുരുവും കൂടി ചേരുമ്പോഴാണ് ആര് വരുന്നത്? പരമമായ സത്യത്തിലേക്ക് എത്തുമ്പോൾ ഈശ്വരൻ എന്ന തത്വം വരും. അതാണ് മാതാപിതാ
ഗുരുദൈവം. അല്ലാതെ അമ്മയ്ക്ക് ആദ്യ സ്ഥാനം, അച്ഛന് രണ്ടാമത്, പിന്നെ ഗുരുവിന്, പിന്നെ ഈശ്വരൻ, അങ്ങനെ ഓരോരുത്തർക്ക് സ്ഥാനം പകുത്തു കൊടുക്കുകയല്ല. ഏറ്റവും കൂടുതൽ നമ്മളോട് മമതയും പ്രിയവും ഉള്ളത് മാതാപിതാക്കളാണ്. അപ്പോൾ അവരാണ് നമ്മളെ ബാല്യകാലത്തെ രൂപപ്പെടുത്തുന്നത്. ആ മാതാവും പിതാവും അതിനോടൊപ്പം അറിവിൻ്റെ തലം കൂടി വരുമ്പോൾ ഗുരു എന്ന സങ്കല്പം വന്നു. ആ അറിവിൻ്റെ തലത്തിലൂടെ അറിയുന്ന സത്യത്തിൻ്റെ സങ്കല്പം വരുമ്പോൾ അതെന്തായി മാറി? ഈശ്വരനായി മാറി. ഇതാണ് മാതാപിതാ ഗുരുദൈവം എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഈശ്വരന് തന്നെ ഈ പോരായ്മ നികത്തണമെന്ന് തോന്നി. എന്താണ് മഹാബലിയിൽ അല്ലെങ്കിൽ ഇന്ദ്രസേനുള്ള പോരായ്മ എന്ന് ചോദിച്ചാൽ, അല്പം അഹന്തയുടെ ഭാവമുണ്ട്. ആസുരികതയുടെ ഒരു ഭാവമാണ് അഹന്ത. വിവിധ ഘടകങ്ങളിലൊന്നാണ് അഹന്ത എന്ന് പറയുന്നത്. ഈ അഹന്ത കൂടി ഇല്ലാതാക്കണം. ഇത്ര മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഇതിനൊരു കാരണമുണ്ടായി. നിലവിലുള്ള ദേവരാജാവായ ഇന്ദ്രൻ തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ, അതും തനിക്ക് ശേഷം അർഹതയില്ലാത്തൊരാൾ വരുമോ എന്നുള്ള ഭാവം കൊണ്ടും അദ്ദേഹത്തിൻ്റെ അമ്മയായ അതിഥി ദേവിയെ സമീപിച്ചു. ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗത്തെ തരണമെന്ന് പറഞ്ഞു, നേടി അത് തരണമെന്ന് പറഞ്ഞു. ഇവിടെ എന്തുകൊണ്ടാണ് അതിഥി ദേവിയെ സമീപിച്ചതെന്ന് ചോദിച്ചാൽ, ഈ അതിഥി ദേവിക്ക് കശ്യപ പ്രജാപതിക്കും ഭഗവാൻ വിഷ്ണു പുത്രനായി ജനിക്കും എന്നൊരു വരം കിട്ടിയിട്ടുണ്ട്. ഈ വരം കൊണ്ടാണ് 3 ജന്മത്തിൽ ഭഗവാന്റെ മാതാപിതാക്കളായിട്ടുള്ളവരാണ് ഇവർ. 3ാമത്തെ ജന്മമാണ് ഇവർ ദേവകി വസുദേവന്മാരാവുന്നത്. മനസ്സിലല്ലേ? വാമനൻ്റെ മാതാപിതാക്കൾ തന്നെയാണ് ദേവകിയും വസുദേവരുമായി വരുന്നത്. ഇവർ കൃതയുഗത്തിൽ സുതപസ് എന്ന് പറയുന്നത് പൃശിനി എന്ന് പറയുന്ന ദമ്പതികളായിരുന്നു. ഈ സുതപസ് പൃശിനിയും കൂടി വളരെ ശുദ്ധമായ ഭക്തിയുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മോഹങ്ങളുമില്ലാതെ ഭഗവാനെ ഭജിക്കുന്നവർ ആയിരുന്നു. ഇവർ അപ്രകാരം ഭഗവാനെ ഭജിച്ചു. ഇപ്പോൾ ഭഗവാനെ ആര് ഭജിച്ചാലും ഭഗവാൻ എന്തിനാണ് ഭജിക്കുന്നത് എന്ന് നമ്മുടെ മനോഭാവത്തെ നിർണയിച്ചിട്ടാണ് ഭഗവാൻ അടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. മനസ്സിലായില്ലേ? ഇവനോട് അടുക്കണോ വേണ്ടയോ എന്ന് ആവശ്യക്കാരൻ്റെ ആവശ്യ തലത്തിനെ മനസ്സിലാക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഭഗവാൻ നോക്കുമ്പോൾ ഒരു മോഹവുമില്ലാതെ തന്നെ ഭജിക്കുകയാണ്. ആരൊക്കെ? ഈ സുതപസ്സും പത്നിയായ പൃശിനി മാതാവും. ഇപ്പോൾ ഭഗവാൻ ഏറ്റവും പ്രിയമെന്ന് പറയുന്നത് മോഹങ്ങളില്ലാതെ തന്നെ ഭജിക്കുന്നവരെ ഭഗവാൻ ഏറ്റവും പ്രിയമാണ്. മനസ്സിലായില്ലേ? ഇവിടെ നമ്മളൊന്ന് ഉച്ചയ്ക്കും പറഞ്ഞു ശുദ്ധഭക്തി എന്ന് പറഞ്ഞു. മോഹങ്ങളില്ലാതെ ഭഗവാനെ ഭജിക്കുക. മോഹം വരുമ്പോൾ അത് മലിനമായി മാറും, ഭക്തി മലിനമായി മാറും. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ ഇവരെ അങ്ങ് ഇഷ്ടമായി. തന്നെ നേടാൻ വേണ്ടി ഭജിക്കുകയാണ്. ഭഗവാനെ ഒന്ന് കാണാൻ വേണ്ടി ഇവർ തപസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ തപസ്സിന് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്താ? ഭഗവാനെ ഒന്ന് കാണണം. മനസ്സിലായില്ലേ? നമ്മളൊക്കെ ഭഗവാനെ കണ്ടാലോ 1000 കാര്യങ്ങൾ ചോദിക്കാനായിട്ടാണ് ഇരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഭഗവാൻ നമ്മളെ മുമ്പിലോട്ട് ഇറങ്ങി നേരിട്ട് മുന്നിലൂടെ വന്നാൽ തിരിച്ചറിയുന്ന ഭാവത്തിലേക്ക് വരാത്ത. കാരണം എന്താ? നമ്മുടെ ലിസ്റ്റ് വളരെ നീണ്ടതായിരിക്കും. അല്ല, പൂന്താനം പറഞ്ഞ കണക്ക് മങ്ങി മങ്ങി കുറയുന്നതായുസും, അല്ലേ? മണ്ടി മണ്ടി കരയേറുന്നു മോഹവും. ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെങ്കിലും മോഹം കുറയുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ്? ആയുസ് കുറയും തോറും അല്ലേ നമുക്ക് മോഹം കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് ഇല്ലാത്ത വ്യക്തികളായതുകൊണ്ട് ഭഗവാനൊരു പ്രിയം തോന്നി. ഭഗവാൻ ഇവർക്കൊരു മോഹം ഉള്ളിലുണ്ടാക്കാൻ ആഗ്രഹിച്ചു. എന്താണ്? ഇവരുടെ മകനായി ഒന്ന് പിറക്കണം ഭഗവാന് തോന്നി. മനസ്സിലായില്ലേ? എന്നെ മാത്രം ആഗ്രഹിക്കുന്നവർക്ക് പുത്രനായി തന്നെ താൻ ചെല്ലണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചു. ഭഗവാന്റെ ആ ഒരു ഭാവം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഇവരുടെ മനസ്സിൽ ഈ ഒരു ബോധത്തെ ഭഗവാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരം വേണമെന്ന് ചോദിച്ചു. ഇവർ രണ്ടുപേരും ഒരേ കണക്ക് പറഞ്ഞു, ഭഗവാനെ അങ്ങ് മകനായി ജനിക്കണം. മനസ്സിലായില്ലേ? ഒന്നും ആഗ്രഹിക്കാതിരുന്നവരാണ്, അവർക്കൊരാഗ്രഹം കൊടുത്തു. അങ്ങനെ ഭഗവാൻ അവരുടെ മകനായി പിറക്കണം എന്ന് ആഗ്രഹിച്ചു. ഭഗവാൻ പറഞ്ഞു, 3 ജന്മം ഞാനങ്ങ് തന്നേക്കാം, 1ഉം 2ഉം അല്ല. മനസ്സിലായില്ലേ? 3 ജന്മങ്ങളിൽ നിങ്ങളുടെ പുത്രനായി ഞാൻ ജനിച്ചുകൊള്ളാം. അങ്ങനെ ആദ്യത്തേനകത്ത് അവിടെ ആ ഒരു ഹിരണ്യഗർഭൻ എന്നുള്ള നിലയിൽ ജനിക്കുന്നു. 2ാമത്തതിനകത്ത് ഈ വാമനമൂർത്തിയായി ജനിക്കുന്നു. 3ാമത്തതായിട്ടാണ് ആരായിട്ട് ജനിക്കുന്നത്? ഇവിടെ കൃഷ്ണനായിട്ട് ജനിക്കുന്നത്. അപ്പോൾ തൻ്റെ മാതാപിതാക്കൾ എങ്ങനെയുള്ളവരാകണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്ദ്രൻ ഇതറിയാം. അപ്പോൾ ഇന്ദ്രൻ അതുകൊണ്ടാണ് തൻ്റെ അമ്മയെ സമീപിച്ചത്. കശ്യപ പ്രജാപതി തന്നെയാണല്ലോ ഈ
അതിഥിയുമാണ് ഈ മാതാപിതാക്കൾ. അപ്പോൾ അവരെ സമീപിച്ചത്. ഇവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്നതാരാ? ഇന്ദ്രസേനനാണ്. അസുര രാജാവായ ഇന്ദ്രസേനാണ് യാഗം നടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രൊട്ടക്ഷനുണ്ട്. എന്താ പ്രൊട്ടക്ഷൻ? പ്രഹ്ലാദനെ ഭഗവാൻ അനുഗ്രഹിച്ചോ പറഞ്ഞില്ലേ, 7 തലമുറയെ ഞാൻ നോക്കിക്കൊള്ളാം അല്ലേ? അപ്പോൾ ആ 7 തലമുറയെ നോക്കാമെന്ന് പറഞ്ഞാൽ പ്രഹ്ലാദൻ്റെ മകനാണ് ഇന്ദ്രസേനൻ. അപ്പോൾ 7 തലമുറയ്ക്കകത്ത് വിടുന്നതാണല്ലോ. അപ്പോൾ ഇന്ദ്രസേനനെ മറ്റൊരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആരുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്? വിഷ്ണുവിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് വിഷ്ണുവാൽ മാത്രമേ ഇത് പരിഹരിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അതിഥി മാതാവിനോട് ചെന്ന് പറഞ്ഞു. അതിഥി മാതാവ് തൻ്റെ ഭർത്താവായ കശ്യപനോട് പറഞ്ഞു, തൻ്റെ മകനായ ഇന്ദ്രനെ ഈ ദുര്യോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്ന തരത്തിലൊരു പുത്രന് ജന്മം കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വ്രതമെടുത്ത് വ്രതാനുഷ്ഠാനത്തോടു കൂടി സാക്ഷാൽ വൈകുണ്ഠ വാരിധിയായ വിഷ്ണു ഭഗവാന് തന്നെ അവിടെ വാമനൻ എന്ന രീതിയിൽ ജന്മം കൊടുത്തു. ഈ ജന്മം കൊടുത്ത സുദിനമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം എന്ന നക്ഷത്രം. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പാതാളത്തിൽ നിന്ന് ആരോ കയറി വരുന്ന ദിവസമാണെന്നൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ചിങ്ങമാസത്തിലെ തിരുവോണം ഭഗവാന്റെ തിരു അവതാരമാണ്. നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി എന്നൊക്കെ പറയില്ലേ, ജന്മാഷ്ടമി എന്ന് പറയുന്നത് പോലെ ഭഗവാൻ വാമനൻ്റെ തിരു അവതാര സുദിനമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം. വാമനമൂർത്തി ജന്മമെടുത്തു. ഈ യാഗം തീരുന്നതിന് മുമ്പ് അവിടെ എത്തണം. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ യൗവനയുക്തനായി മാറി ഒരു കൊച്ചു ബാലനായിട്ട് ഇങ്ങനെ മാറുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഓലക്കുടയും കമണ്ടലും ഒക്കെ മറ്റ് ദേവന്മാരൊക്കെ കൊടുത്തു. വളരെ തേജസ്വിയായ ബാലനായിട്ട് ഇദ്ദേഹം തൻ്റെ മാതാപിതാക്കളടുത്തു നിന്ന് തൻ്റെ ജന്മ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി വളരെ വേഗത്തിൽ ഇന്ദ്രസേനൻ്റെ യാഗസ്ഥലത്ത് വന്നു. ഇന്ദ്രസേനൻ്റെ യാഗസ്ഥലത്ത് ദാനധർമാദികൾ ചെയ്യുന്ന സമയമാണ്. അവിടെ വരുന്ന ഈ ബാലനെ കണ്ടുകൊണ്ട് തന്നെ, ആ ബാലൻ്റെ തേജസ് കണ്ടുകൊണ്ട് തന്നെ ആ ഇന്ദ്രസേന രാജാവ് സൽക്കരിച്ചു. ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ചോദിച്ചു, ഞാൻ ഈ ദാനധർമ്മം ചെയ്യുന്ന ഈ വേളയിലാണല്ലോ അങ്ങ് കടന്നു വന്നത്, അങ്ങക്ക് എന്താണ് ഞാൻ ദാനം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഈ സമയത്ത് ഈ വാമനമൂർത്തി ഇന്ദ്രസേന രാജാവിനോട് പറഞ്ഞു, 3 പാദങ്ങൾക്കുള്ള സ്ഥാനം തരാൻ പറഞ്ഞു. 3 പാദം വെക്കാനുള്ള സ്ഥാനം തരാൻ പറഞ്ഞു. നമ്മൾ അതും പറഞ്ഞ് ഇപ്പോൾ അങ്ങ് ലോപിപ്പിച്ചു. എന്താ? 3 അടി മണ്ണ്. മനസ്സിലായില്ലേ? അപ്പം 3 അടി മണ്ണ് വേണം എന്ന്. 3 അടി മണ്ണിനല്ല പ്രാധാന്യം. മണ്ണിനാണോ ഭഗവാന്റെ പാദത്തിനാണോ പ്രാധാന്യം? ഏതിനാ പ്രാധാന്യം? അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ് വ്യാഖ്യാനിച്ചില്ലേ, മുഹൂർത്തം 3 തവണ പകർത്തി എഴുതിയാൽ മൂത്രമായി മാറുമെന്ന് പറയുന്ന കണക്കാണ്. പറഞ്ഞ് ഭഗവാന്റെ പാദത്തെ കളഞ്ഞ് മണ്ണാക്കി മാറ്റി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഭഗവാൻ ഈ കാല് വെച്ചതെല്ലാം മണ്ണിൽ തന്നെയാണോ? 3 അടി മണ്ണായിരുന്നു ചോദിച്ചതെങ്കിൽ ഭഗവാൻ ഈ കാല് മണ്ണി മാത്രമല്ലേ വെക്കാവൂ, വേറെ സ്ഥലത്ത് വെക്കാൻ പാടുണ്ടോ? ഉണ്ടോ? മനസ്സിലായില്ലേ? മഹാബലിയുടെ തലയിൽ പോലും വെക്കാൻ പാടില്ല, കാരണം അത് മണ്ണല്ലല്ലോ. 3 അടി മണ്ണല്ല, 3 പാദം. ഭഗവാന്റെ പാദത്തിനാണ് പ്രാധാന്യം. മനസ്സിലായില്ലേ? നമ്മൾ സന്ധ്യയ്ക്ക് നാമം ചെല്ലുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ ചോദിച്ച വാക്ക് കൃത്യമായിട്ട് മനസ്സിലായി. സന്ധ്യയ്ക്ക് നാമം ചെല്ലുന്നത് എങ്ങനെ ആയിരുന്നു എന്നാണ് ചോദിച്ചത്, എങ്ങനെയാണെന്നല്ല ചോദിച്ച. കാര്യം എന്താ? ഇപ്പം നാമം ചെല്ലുന്ന ശീലം നമുക്കില്ല, അതുകൊണ്ടാണ്. എങ്ങനെ ആയിരുന്നു എന്ന് വെച്ചാൽ പണ്ട് എങ്ങനെ ആയിരുന്നു എന്നാണ് ചോദിച്ചതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? രാമപാദം ചേരണേ. അപ്പോൾ ഭഗവാന്റെ പാദം ഏതൊരു സങ്കല്പത്തിലും ഈശ്വരനിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം പാദമാണ്. മനസ്സിലായോ? നമ്മൾ ചില മഹാക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ചില നിർമ്മാണത്തിൽ ഈ തത്വം കാണാം. നമ്മൾ കയറി ചെല്ലുമ്പോൾ ഭഗവാന്റെ വിഗ്രഹം മൊത്തത്തിൽ കാണാൻ പറ്റില്ല. നമ്മൾ അടുത്തോട്ട് ചെല്ലുന്നതനുസരിച്ച് ഭഗവാന്റെ കാൽപാദം കണ്ട് പിന്നെ ഇങ്ങനെ കണ്ട് ഇല്ലേ? അമ്പലപ്പുഴ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ലേ? അല്ല, അമ്പലപ്പുഴയല്ല, ആറന്മുള ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ പൂർണ്ണമായ വിഗ്രഹം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നേരെ ചെന്ന് ഏറ്റവും മുമ്പിൽ വന്നിട്ട് കുനിഞ്ഞ് താഴ്ന്ന് നോക്കിയാൽ മാത്രമേ ആരെ കാണാൻ പറ്റൂ? ഭഗവാന്റെ രൂപം കാണാൻ പറ്റൂ. ആദ്യമേ കാണുന്ന കാൽപാദമാണ് അല്ലേ? പിന്നെ ഇങ്ങനെ ചെല്ലുന്ന അങ്ങനെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. എന്തിനാ ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് ചോദിച്ചാൽ ആ പാദങ്ങളിൽ നമസ്കരിച്ച് തുടങ്ങണം, പാദത്തിൽ. കാരണം എന്താ? പാദ നമസ്കാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വിനയമുള്ളവന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പാദ നമസ്കാരം ചെയ്യുള്ളൂ അല്ലേ? അതാണ് നമ്മൾ അച്ഛൻ്റെയും അമ്മയുടെയും ഗുരുനാഥൻ്റെയൊക്കെ പാദത്തിൽ നമസ്കരിക്കുന്നത്. വിനയം എന്ന ഗുണം നമ്മളിലുണ്ടാകും. കാരണം അഹങ്കാരം ഉള്ളവൻ മറ്റൊരാളുടെ പാദത്തിൽ നമസ്കരിക്കുമോ? ഈശ്വരൻ്റേതാണെങ്കിലും നമസ്കരിക്കില്ല, വ്യക്തിയുടെയും നമസ്കരിക്കില്ല. മനസ്സിലായില്ലേ? എല്ലാ വ്യക്തികളുടെയും പാദത്തിൽ നമസ്കരിക്കാനും പാടില്ല.
നമസ്കരിക്കേണ്ടത് എങ്ങനെയാണ്? ആരുടെയൊക്കെ പാദത്തിലാണ്? മാതാപിതാക്കളുടെ പാദത്തിൽ നമസ്കരിക്കാം, ഗുരുവിൻ്റെ പാദത്തിൽ നമസ്കരിക്കാം, ഈശ്വരൻ്റെ പാദത്തിൽ നമസ്കരിക്കാം. ഈ 4 പേരുടെ പാദങ്ങളിൽ മാത്രമേ നമസ്കരിക്കാൻ കാണൂ. വിനയത്തിൻ്റെ ലക്ഷണമുള്ളവൻ മാത്രമേ, അഹങ്കാരമില്ലാത്തവൻ മാത്രമേ ശിരസ് കുനിച്ച് നമസ്കരിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പാദനമസ്കാരത്തിൻ്റെ പ്രാധാന്യം. ഇവിടെ 3 പാദം വെക്കാനുള്ള സ്ഥാനം ചോദിച്ചു. ശരി, അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ശുക്രാചാര്യർ പറഞ്ഞു, എന്തോ അപകടമുണ്ട്. കാരണം കേവലം ഒരു കൊച്ചു കുട്ടി വന്ന് പാദം വെക്കാനുള്ള സ്ഥലമെന്ന് നോക്കുമ്പോൾ ആ കുട്ടിയുടെ രൂപവും പാദത്തിൻ്റെ അളവും ഒക്കെ വെച്ച് നോക്കുമ്പം മനസ്സിലായില്ലേ, ആകെ ചെറിയൊരു കാര്യം, ഇത്രയും ചെറിയൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാൾ വരുമോ? ഒരിക്കലും വരില്ല. അപ്പോൾ എന്തോ അപകടം അവിടെ ഉണ്ട് എന്ന് ശുക്രാചാര്യർക്ക് മനസ്സിലായി. വളരെ വേഗത്തിൽ ശുക്രാചാര്യർക്ക് മനസ്സിലായി, ലക്ഷണം കണ്ട് ഇത് സാക്ഷാൽ വിഷ്ണുവാണ്. ശുക്രാചാര്യർ ഉടനെ മഹാബലിയോട് പറഞ്ഞു, ഇത് വിഷ്ണുവാണ്, വാക്ക് കൊടുക്കരുത്. പക്ഷേ അവിടെ മഹാബലി ചിന്തിച്ചതോ, ഇന്ദ്രസേനൻ ചിന്തിച്ചത് എന്താ? തൻ്റെ മുത്തച്ഛന് സദ്ഗതി കൊടുത്ത സാക്ഷാൽ നാരായണൻ, താൻ ആരാധിക്കുന്ന മഹാദേവൻ തന്നെ തൻ്റെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് കാര്യം ചോദിക്കുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടെല്ലാം കൊടുക്കുന്ന ഈശ്വരൻ എന്നോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് കൊടുക്കാൻ സാധിച്ചാൽ അതിനേക്കാൾ വലിയ മഹാഭാഗ്യം വേറൊന്നില്ല. ശരിയല്ലേ? എല്ലാവർക്കും ആവശ്യമുള്ളത് അങ്ങോട്ട് കൊടുക്കുന്ന ആളാണ് ഭഗവാൻ. ഇവിടെ ഭഗവാനായിട്ടൊരു കാര്യം ചോദിക്കുകയാണ്. നമ്മളാരെങ്കിലും ഭഗവാന് പലതും കൊടുക്കുന്ന ഭഗവാൻ ചോദിച്ചിട്ടാണോ? നമ്മുടെ സങ്കല്പം അനുസരിച്ച് നമ്മൾ കൊടുക്കുമല്ലേ? ഭഗവാന് പൂ കൊടുക്കുന്നു, പഴം കൊടുക്കുന്നു, ഇതൊക്കെ നമ്മുടെ സങ്കല്പം അനുസരിച്ചാണ്. പാൽപ്പായസം നിവേദിക്കുന്നതെല്ലാം നമ്മുടെ സങ്കല്പം അനുസരിച്ചാണ്. ഭഗവാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഭഗവാൻ നേരിട്ട് ചോദിക്കുക. അതൊരു വലിയ ഭാഗ്യമായി കണ്ടുകൊണ്ട് ഈശ്വരൻ്റെ വാക്കിന് പ്രാധാന്യം കൊടുത്തപ്പോൾ ഗുരുവിൻ്റെ വാക്കിനെ അല്പനേരത്തേക്ക് എന്ത് ചെയ്തു? ഒന്ന് മാറ്റി വെക്കാൻ ആര് തീരുമാനിച്ചു? മഹാബലി തീരുമാനിച്ചു. പക്ഷേ അതൊരു ഗുരുനിന്ദയുടെ ഫലം എന്നുള്ള നിലയിൽ ഗുരു ശപിക്കുകയും ചെയ്തു. നിൻ്റെ ഐശ്വര്യങ്ങളൊക്കെ പോകട്ടെ എന്ന് ശപിച്ചു. പക്ഷേ ഗുരുവിൻ്റെ വാക്ക് ഫലിച്ചു എങ്കിലും ഈശ്വരൻ കൂടെയുള്ളത് കൊണ്ട് എല്ലാ കാലത്തേക്കും അത് സംഭവിച്ചില്ല. വീണ്ടും അതിനേക്കാൾ നല്ല ഐശ്വര്യത്തിലേക്ക് ആര് തിരിച്ചു വന്നു? മഹാബലി തിരിച്ചു വന്നു. അവിടെ ഈശ്വരൻ്റെ ആ ഒരു രക്ഷാകവചം മഹാബലിയിലേക്ക് വന്ന് ചേർന്ന് നിൽക്കുകയാണ്. ഇവിടെ ശുക്രാചാര്യ ഇത് പറഞ്ഞു, അവിടം വിട്ടു പോയി. ശരി, ദാനമായി ഇതാ ഞാൻ അങ്ങ് ചോദിച്ചത് അങ്ങ് എടുത്തോളാൻ പറഞ്ഞു. പാദം കൊണ്ട് അങ്ങ് അളന്നെടുത്തോളാൻ പറഞ്ഞു. ആദ്യത്തെ പാദം കൊണ്ട് ഏതാണ്ട് മഹാബലി ഇതുവരെ നേടിയ മുഴുവനും അങ്ങ് അളന്നു. മഹാബലി ത്രൈലോക്യം മുഴുവൻ കീഴടക്കിയിട്ടുണ്ട്. അതെല്ലാം ഒന്നാമത്തെ പാദം കൊണ്ട് അളന്നു. രണ്ടാമത്തെ പാദം കൊണ്ട് മഹാബലി നേടാത്തതായി പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കൂടെ അങ്ങ് അളന്നു. അപ്പോൾ ഒന്നാമത്തെ പാദം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ പാദം കൊണ്ട് ഇതുവരെ നേടിയതെല്ലാം അളന്നു അല്ലേ? ഇതുവരെ നേടിയതിനെല്ലാം ഒരു പേരുണ്ട്. എന്താ? ഇപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നേടിയ വസ്തുവിനെല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു പേര് പറയും. എന്താ പറയുന്നത്? എന്താ പറയുന്നത്? എൻ്റേത് പറയത്തില്ലയോ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നേടിയ വസ്തുക്കളെല്ലാം കൂടി ആരെങ്കിലും അതിനകത്ത് കൈവച്ചാൽ നിങ്ങൾ പറയത്തില്ല ഇത് എൻ്റേത്, പറയത്തില്ലയോ? പറയില്ലേ? എൻ്റേത്. അപ്പം എൻ്റേത് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം വെക്കൽ വരുമ്പോൾ എൻ്റേത് അല്ലാത്തതായിട്ടുള്ളൊരു ഭാഗം വരില്ലേ? വരത്തില്ലയോ? ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഈ 2 ഭാഗമേ ഉള്ളൂ. ഒന്ന് എൻ്റേതും എൻ്റേതല്ലാത്തതും. അതാരുടെ ആയിരിക്കാം, നമ്മൾ തിരക്കേണ്ട ആവശ്യമില്ല. എൻ്റേതെന്ന് പറയുന്നതും എൻ്റേത് അല്ലാത്തതും അല്ലേ? നമ്മൾ വേണമെങ്കിൽ അതിന് രണ്ടാമതൊരുത്തിൽ പറയാം, നാളെ എൻ്റേതാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റേതും എൻ്റേതല്ലാത്തതും ഇത് രണ്ടും ആരളന്നു? ഭഗവാൻ അളന്നു. മഹാബലി ഇതുവരെ സമ്പാദിച്ചതെടുത്തു. അത് കഴിഞ്ഞ് ഇനി നേടാൻ ഉള്ള വസ്തുക്കൾ, ഇനിയിപ്പോൾ എൻ്റേതല്ലാത്തത് നേടാനുള്ളതായിരിക്കുമല്ലോ, അതും അളന്നങ്ങെടുത്തു. ഇത് കഴിഞ്ഞാൽ ഇതിന് രണ്ടിനും ആധാരമായിരിക്കുന്നത് എന്താ? ഈ എൻ്റേതും എൻ്റേതല്ലാത്തതിനും ആധാരമായിരിക്കുന്ന സൂചിയുടെ പേരെന്താ? എന്തിനെ ആധാരമാക്കിയ എൻ്റേതും എൻ്റേതല്ലാത്തത് നിലനിൽക്കുന്നത്? നിങ്ങൾ എൻ്റേതും എൻ്റേതല്ലാത്തതും എന്ന് പറയുന്നത് എന്തിനെ ആധാരമാക്കിയിട്ടാ? മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം.
ഇപ്പം നിങ്ങൾ പറയുകയാണ് ഇത് എൻ്റെ വീട്, എൻ്റെ വസ്തു അല്ലേ, അതിന് പുറത്ത് മതിൽക്കെട്ടിന് പുറത്ത് എൻ്റേതല്ല. ഈ രണ്ടിനെയും തരംതിരിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഞാനെന്ന വ്യക്തി ഉള്ളത് കൊണ്ടല്ലേ എൻ്റേതുള്ളത്. ഞാനെന്ന വ്യക്തിയെ ആധാരമാക്കിയിട്ടല്ലേ എൻ്റേതിനെ സങ്കല്പിക്കുന്നത്. ഞാനെന്ന വ്യക്തിയെ ആധാരമാക്കി എൻ്റേതുണ്ടാവുമ്പോഴല്ലേ എൻ്റേതില്ലാത്തതുണ്ടാവുന്നത്. അപ്പോൾ ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്യുന്നത് ഏതിനെ ആശ്രയിച്ചാ? ഞാനെന്ന ഭാവത്തെയാണ്. സംശയമുണ്ടോ? ഈശ്വര, ഇത് അംഗൻവാടിക്ക് താഴെ പോയല്ലോ, പുതിയ പേരിടേണ്ടി വരും. മനസ്സിലായോ പറഞ്ഞത്? ഞാനെന്നതിനെ ആശ്രയിച്ചിട്ട് എൻ്റേതും ആ എൻ്റേത് വന്നപ്പോൾ എൻ്റേതല്ലാത്തതും വന്നു. അപ്പോൾ ഇതിൻ്റെ ബേസ് എന്താ? ഞാനെന്ന ഭാവമാണ്. ഈ ഞാനെന്ന ഭാവം അല്ലേ നമ്മളെപ്പോഴും നമ്മുടെ ശിരസിൽ ധരിക്കുന്നത് അല്ലേ? നമ്മൾ പറയില്ലേ, അവൻ എന്തൊരു തലക്കനവാണ്, അവൻ്റെ അഹങ്കാരം കൊണ്ട് കണ്ടില്ലേ തലയൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത്. എന്താ കാരണം? എപ്പോഴും ഞാനെന്ന ഭാവം ഒരു തലക്കന്നെ, നമ്മൾ പറയും ഹെഡ് വെയ്റ്റ് എന്ന് പറയും ഇല്ലേ. ഞാനെന്ന ഭാവം വരുമ്പോഴാണ് നമുക്ക് ആരെയും മൈൻഡ് ചെയ്യാതെ അല്ലേ നടക്കുന്നത്. അപ്പോൾ ഈ ഞാനെന്ന ഭാവത്തിൻ്റെ ഇരിപ്പിടം എവിടെയാണ്? ശിരസാണ്. അപ്പോൾ ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റേതും എൻ്റേതല്ലാത്തതും അളന്നെടുത്തല്ലോ. ഇത് കഴിഞ്ഞിട്ട് വാമനമൂർത്തി മഹാബലിയോട് ചോദിച്ചു, 3 പാദം വെക്കാനുള്ള സ്ഥലം തരാമെന്നൊക്കെ വീമ്പിളക്കിയ ആളല്ലേ നീ, എന്നോട് എന്താ ആദ്യം പറഞ്ഞത്? എത്ര രാജ്യം വേണമെങ്കിലും തരാം, എത്ര പണം വേണമെങ്കിലും തരാം, ചക്രവർത്തിയാക്കാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. വെറുതെ തുച്ഛമായ ഈ 3 പാദത്തിനുള്ള സ്ഥലം ചോദിക്കാതെ ആവശ്യമുള്ളത് എല്ലാം ചോദിച്ചോന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയ ആളാണ്. മനസ്സിലായില്ലേ? ഭഗവാന്റെ പാദത്തിൻ്റെ മഹാത്മ്യം എത്രത്തോളം വലുതാണെന്ന് തിരിച്ചറിയാതാണ് ഈ ഇന്ദ്രസേനൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അന്നേരവും ഭഗവാൻ പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട, അർഹതപ്പെട്ടത് മാത്രം മതി. ഇനി എവിടെയാണ് സ്ഥാനം? ആ സമയത്താണ് മഹാബലിക്ക് മനസ്സിലായി, എൻ്റേത് പോയി, എൻ്റേതല്ലാത്തതും പോയി. ഇനി ഇതിന് രണ്ടിനും ആധാരമുള്ള എന്താ? ഞാനെന്ന ഭാവം. ഞാനെന്ന ഭാവത്തെ ഭഗവാന്റെ പാദങ്ങളിലേക്ക് താഴ്ത്തി കൊടുത്തു, ശിരസിനെ കുനിച്ചു കൊടുത്തു. ആ ഞാനെന്ന ഭാവത്തെ ഭഗവാന്റെ പാദത്തിൽ ഉപേക്ഷിച്ചു. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനായ ഭഗവാൻ തൻ്റെ മുഴുവൻ ആ പ്രപഞ്ചനാഥൻ എന്നുള്ള ഭാവത്തെ ഉയർത്തി കാണിക്കുക ചെയ്തത്. കാരണം ഈ പ്രപഞ്ചത്തിൽ ഓരോ ജീവനും എൻ്റേതും എൻ്റേതല്ലാതാക്കി കാണുന്ന സർവപ്രപഞ്ചവും ആരുടേതാണ്? ഈശ്വരൻ്റേതാണ്. അതിൽ മുഴുവൻ ഭഗവാന്റെ പാദത്തിലാണ്. ശരിയല്ലേ? അപ്പോൾ ആ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ, അഹന്ത ഇല്ലാതാക്കാൻ ആ ശിരസ് കുനിച്ചു കൊടുത്തപ്പോൾ ശിരസിൽ കാൽപാദം വെച്ച് അനുഗ്രഹിച്ചു. മനസ്സിലായോ? ഭഗവാന്റെ പാദങ്ങൾ കൊണ്ടുള്ള അനുഗ്രഹം ഏറ്റുവാങ്ങി. അത് കഴിഞ്ഞ് ഭഗവാൻ മഹാബലിയോട് പറയുന്നുണ്ട്, ഈ ഒരു കർമ്മം ചെയ്തതോടു കൂടിയിട്ടാണ് ഇദ്ദേഹത്തിന് മഹാബലി എന്ന പേര് വന്നത്. അല്ല ജന്മനാ ഉള്ള പേരല്ല. മഹത്തായ ബലി, ബലി എന്ന് വെച്ചാൽ ത്യാഗം, മഹത്തായ ത്യാഗം ചെയ്തത് കൊണ്ടാണ് മഹാബലി എന്ന പേര് വന്നത്. യഥാർത്ഥ പേര് ഇന്ദ്രസേനൻ എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, സുധലം എന്ന ലോകത്ത് വസിക്കുക, പാതാളമല്ല. ഇപ്പം നമ്മൾ പറഞ്ഞു പഠിച്ചു വെച്ചിരിക്കുന്ന ഏതോ പാതാളം ഉണ്ടെന്നൊക്കെയാണ്. സുധലം എന്ന ലോകം, സുധലത്തിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്. ദേവന്മാർ പോലും അവിടെ വരാൻ കൊതിക്കുന്ന സ്ഥലമാണ്. ദേവന്മാർക്ക് പോലും അങ്ങനെ പ്രവേശനമില്ല. മഹായോഗിമാർ, ഈ പറഞ്ഞ ഈ മഹാബലിയുടെ അച്ഛൻ്റെ അച്ഛനായ പ്രഹ്ലാദൻ, നമ്മൾ കണ്ടില്ലേ നരസിംഹാവതാരത്തിലെ ഭക്തനായ പ്രഹ്ലാദൻ, ആ പ്രഹ്ലാദൻ വസിക്കുന്ന സ്ഥലമാണ് എവിടെ? ഈ സുതലം. അവിടെ സാക്ഷാൽ വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയാണ് അവിടുത്തെ സേവകരായി ജോലി ചെയ്തിരിക്കുന്ന ആൾക്കാർ, കാവൽ നിൽക്കുന്നവരാണ്. അത്രയും ശ്രേഷ്ഠമായ സുതലത്തിൽ വസിക്കുക എന്തിനാണ്? ഈ അസുരന്മാരുടെ ഇടയിൽ നിന്ന് മഹാബലിയെ വിമുക്തനാക്കി അദ്ദേഹത്തെ ഒരു സത്സംഗത്തിലേക്ക് എത്തിക്കലാണ്. മനസ്സിലായില്ലേ? ഈ നമ്മൾ കുറേ ദുഷിച്ച കൂട്ടുകെട്ടുകളുടെ ഇടയിൽ കിടക്കുന്ന ഒരു കുട്ടിയെ ഒന്ന് നന്നാക്കിയെടുക്കാൻ വേണ്ടി മാതാപിതാക്കൾ എന്ത് ചെയ്യാറുണ്ട്? ഇവിടെ നിന്നൊന്ന് മാറ്റി നിർത്താം ഇല്ലേ? ആ തെറ്റായ കൂട്ടുകാരുടെ ഇടയിൽ നിന്നൊന്ന് മാറ്റി ഇവനെ കുറച്ച് നല്ല ആൾക്കാരുടെ ഇടയിലേക്ക് കുറേ നാളത്തേക്കൊന്ന് മാറ്റിയാൽ നന്നാവും, ഇങ്ങനൊരു പ്രതീക്ഷയില്ലേ? മനസ്സിലായില്ലേ? അതുപോലെ ഭഗവാൻ ഈ അസുരന്മാരുടെ ഇടയിൽ നിന്ന് മഹാബലിയെ അവിടെ ഒന്നൊന്ന് ഉയർത്തി എവിടെ എത്തിച്ചു? സുതലം എന്ന ലോകത്ത്. കാരണം സുതലത്തിലുള്ളവരെല്ലാം ഭക്തന്മാരാണ്, മഹാഋഷിമാരാണ്. അപ്പോൾ അവരോടൊപ്പം സഹകരിക്കുമ്പോൾ ഈ മഹാബലിയിൽ നിന്ന് ഒഴിവാക്കേണ്ട സർവ്വവിധമായ മാലിന്യങ്ങളും മാറ്റപ്പെടുകയും മഹാബലി അറിവ് കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. കാര്യം എന്താ? അവിടെ പ്രഹ്ലാദനാണ് കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നത്. പ്രഹ്ലാദൻ്റെ ഏറ്റവും വലിയ യോഗ്യത എന്താ? ശുദ്ധഭക്തിയുടെ ഉടമസ്ഥനാണ് അല്ലേ?
പ്രഹ്ലാദൻ ശുദ്ധഭക്തിയുടെ ഉടമസ്ഥനാണ്. പക്ഷേ ഇവിടെ ഈ മഹാബലി ആ ഭക്തിയുടെ ഉടമസ്ഥനായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ദ്രപദവി മോഹിച്ച് യാഗം ചെയ്തത്. ആ ശുദ്ധഭാവത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ട് അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രനാക്കുകയും ചെയ്യുന്നുണ്ട്. ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായി ഇന്ദ്രസ്ഥാനം ആർക്ക് കൊടുത്തു? മഹാബലിക്ക് കൊടുത്ത് അനുഗ്രഹിക്കുകയും. ഇത് ഇത്രയും ഭാവനം ചെയ്തു. നമ്മൾ ആലോചിച്ച് നോക്കുക, അടുത്ത ഇന്ദ്രപദവിയും കൊടുത്തു സാവർണി മനുവിൻ്റെ കാലത്ത് സുതലമെന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദേവലോകത്തേക്കാൾ ഐശ്വര്യപൂർണമായ സ്ഥാനം വസിക്കാൻ വേണ്ടി നിശ്ചയിച്ചു കൊടുത്തു. അവിടെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരോടൊപ്പം വസിക്കാനുള്ള അവസരം കൊടുത്തു. അതുകൂടാതെ ഭഗവാൻ തന്നെ അവിടെ സേവനം ചെയ്യുന്ന ആളായി നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തപ്പെട്ടു. ഇവിടെയാണ് നമ്മൾ ചവിട്ടി താഴ്ത്തി ദുഷ്ടനാണ്, ക്രൂരനാണെന്നൊക്കെ പറയുന്നത്. പറഞ്ഞൊരാശയം മനസ്സിലായോ? ഇനി ഈ മഹാബലി കേരളം ഭരിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ യാതൊരു വിധത്തിലുള്ള റെക്കോർഡിലും ഇല്ല ഈ സാധനം. മനസ്സിലായില്ലേ? മഹാബലിയുടെയും വാമൻ്റെയും ചരിതം പറയുന്ന ഭാഗവതത്തിൽ കൃത്യമായ പരാമർശമുണ്ട് മഹാബലി ഭരിച്ചിരുന്ന സ്ഥലം എവിടെയാണെന്ന്. നർമ്മദയുടെ തീരത്താണ്. നർമ്മദാ നദി ഒഴുകുന്ന ആന്ധ്രയിലൂടെയാണ്. ഭൃഗുഗച്ഛം എന്ന ദേശത്താണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ യാഗം നടന്ന സ്ഥലം. മഹാബലി കേരളം മാത്രമല്ല, മഹാബലി ഭരിച്ചിരുന്നു. എങ്ങനെയാ വെച്ചാൽ കേരളം മാത്രമല്ല, വിശാലമായ ഭൂപ്രദേശം. മനസ്സിലായില്ലേ? കേരളം ഉൾപ്പെടെയുള്ള വിശാലമായ ഭൂമിയാണ് ആര് ഭരിച്ചത്? മഹാബലി ഭരിച്ചത്. മഹാബലി ഭരിച്ചതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേരളം എന്ന് പറയപ്പെടാവുന്നത്. പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? ഇനി ഇത് എന്തുകൊണ്ട് കേരളത്തിൻ്റെ ആഘോഷമായിട്ട് ഓണം വന്നു എന്ന് ചോദിച്ചാൽ, ഈ മധ്യ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന പാണ്ഡ്യരാജാക്കന്മാരിലെ വൈഷ്ണവ ഭക്തനായ കുലശേഖര പെരുമാൾ അദ്ദേഹത്തിൻ്റെ ആരാധനാമൂർത്തിയായ വിഷ്ണുവിൻ്റെ വാമന സ്വരൂപത്തെയാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. അദ്ദേഹം തൃക്കാക്കര എന്ന സ്ഥലത്തൊരു ക്ഷേത്രം പണിത് ചിങ്ങമാസത്തിലെ തിരുവോണത്തിൽ വാമനൻ്റെ അവതാര ദിവസം തന്നെ ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തി വർഷാവർഷം അവിടുത്തെ ഉത്സവം ഇപ്പോഴും നടക്കുന്നത് ചിങ്ങമാസത്തിലെ തിരുവോണത്തിനാണ്. തൃക്കാക്കരയപ്പൻ വാമനമൂർത്തിയാണ്. ആ ഉത്സവം ആഘോഷിച്ച് ആ ഉത്സവം കാണാൻ വേണ്ടി രാജാവ് എഴുന്നള്ളുമായിരുന്നു. ഇത് പിന്നീട് പറഞ്ഞ് എന്താക്കി മാറ്റി? രാജാവിൻ്റെ എഴുന്നള്ളത്ത് മാറ്റി അത് മഹാബലിയുടെ എഴുന്നള്ളത്തെന്നാക്കി മാറ്റി. പതുക്കെ ഈ ആഘോഷം, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷം, മധ്യ തിരുവിതാംകൂർ കേരളത്തിലുണ്ടായിരുന്ന ആഘോഷം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്തു. ഇപ്പോഴും ഓണത്തപ്പനെ ഇരുത്തുക എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. വടക്കോട്ടൊക്കെ പോയാൽ പൂക്കളം ഇടുമ്പോൾ അതിൻ്റെ സൈഡിൽ ഓരോ ഓണത്തപ്പൻ. ആരാ? അവിടെ വാമനെയാണ്, വാമനമൂർത്തിയാണ്. ഭഗവാന്റെ അവതാരങ്ങളൊന്നും മോശപ്പെട്ട, എല്ലാ അവതാരവും ധർമ്മത്തെ ഉയർത്താനാണ്. എന്ന് വെച്ചാൽ മഹാബലിയും മോശക്കാരനല്ല, മഹാബലിയും ഭഗവാന്റെ ഭക്തനാണ്. ചെറിയ പോരായ്മയിൽ നിന്ന് മാറ്റി ശ്രേഷ്ഠമായ നിലയിലേക്ക് ഉദ്ധരിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഈ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ ഒരവതാരം മോശപ്പെട്ടതാണ് ചെയ്തതെന്ന് വിചാരിച്ചിട്ട് ഇലയിട്ട് സദ്യ ഉണ്ണുന്നവരായി പോയതുകൊണ്ടാണ് ഇത്രയും വിശദീകരിച്ച് നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്തത്. നമ്മളെ കുഞ്ഞുങ്ങളോടെങ്കിലും ദയവ് ഏത് കഥ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തിനാണ് ഓണം എന്ന് ചോദിക്കുമ്പോൾ ചവിട്ടി താഴ്ത്തിയതല്ല എന്ന് പറയാനല്ല, നേരെ മറിച്ച് ഒരു ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഒത്തുചേരലിൻ്റെ മഹത്വമാണ്. അഹങ്കാരത്തെ ഇല്ലാതാക്കേണ്ടതിൻ്റെ തത്വത്തെ ബോധിപ്പിക്കുന്നതും ഭഗവാന്റെ മഹത്വവും അഹങ്കാരം ഇല്ലാതാകുമ്പം ഭക്തന് ലഭിക്കുന്ന ഉന്നതിയുമാണ് നമ്മൾ ഏതിലൂടെ ഓർമ്മപ്പെടുത്തേണ്ടത്? ഓണത്തിലൂടെ അല്ലേ? അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുന്നതല്ലേ നമ്മുടെ സമൂഹത്തിന് നല്ലത്? അതോ ചവിട്ടി താഴ്ത്തി എന്ന് പറഞ്ഞിട്ട് അത് രണ്ട് ജാതി വിഭാഗങ്ങൾ തമ്മിലാണെന്ന് പറഞ്ഞ് തമ്മിലടിക്കാൻ വേണ്ടി ശത്രുത ആവാൻ വേണ്ടിയുള്ള കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഉണ്ടോ? ഇല്ലാത്ത കാര്യങ്ങളെ പറഞ്ഞു പരത്തിക്കൊണ്ട് അത് ചെയ്യുന്നതിൽ നിന്ന് മുക്തരാവാൻ നമ്മളിതൊക്കെ പരിശ്രമിക്കണം.